പലപ്പോഴും രോഗികൾക്കുള്ളൊരു സംശയമാണ് ഹാർട്ടിനൊരു ബ്ലോക്ക് വന്നാൽ അത് മരുന്നിലൂടെ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുമോ, അല്ല ബൈപ്പാസ്, ആൻജിയോപ്ലാസ്റ്റി എന്നീ ചികിത്സാ രീതികൾ തുടർന്നേ പറ്റുള്ളൂ എന്നുള്ളത്. പലപ്പോഴും ഇതിൻ്റെ ഒരു ഉത്തരം ഒരൊറ്റ ഉത്തരമല്ല. നമ്മൾ ആ കണ്ടീഷൻ അനുസരിച്ചാണ് ഓരോ പേഷ്യൻ്റെ സാഹചര്യം, പേഷ്യൻറ്റിന് എത്ര കാലമായിട്ട് ഈ ബ്ലോക്കിൻ്റെ പ്രശ്നമുണ്ട്, അതുമൂലം പേഷ്യൻ്റ് എത്രത്തോളം കഷ്ടപ്പെടുന്നു, ഈ ബ്ലോക്കിൻ്റെ ശതമാനം എത്ര, ഇത് എന്ത് തരത്തിലുള്ള ബ്ലോക്കാണ്, കൊഴുപ്പടങ്ങിയ ബ്ലോക്കാണോ അല്ല കാൽഷ്യം അടങ്ങിയ ബ്ലോക്കാണോ എന്നിവയെല്ലാം അനുസരിച്ച് ചികിത്സാ രീതികളിൽ പല മാറ്റം വരാം. എന്നിരുന്നാലും ഉടനടിയ പലപ്പോഴും ഒരു ബ്ലോക്ക് കണ്ടു എന്ന് വെച്ച് നേരെ ഒരു പ്രൊസീജിയർ പലപ്പോഴും വേണ്ടി വരാറില്ല. പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്കോ അങ്ങനത്തെ അപകടകരമായ ഒരു സാഹചര്യം അല്ലാത്ത പേഷ്യൻസിൽ കാലക്രമേണ വന്നിട്ടുള്ള ബ്ലോക്ക്, കുറച്ച് മാസങ്ങളായി നമുക്ക് നടക്കുമ്പോൾ വരുന്ന നെഞ്ഞുവേന എന്നീ രോഗികളിൽ ചിലപ്പോൾ ഒരു ട്രെഡ്മിൽ ടെസ്റ്റിലോ മറ്റ് ടെസ്റ്റുകളിലോ തിരിച്ചറിഞ്ഞിട്ടുള്ള ബ്ലോക്ക് മാത്രമാണെങ്കിൽ അവർക്ക് വിട്ട് വെറുതെ ഇരിക്കുമ്പോൾ വേദന ഇല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും മരുന്നുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. മരുന്നുകൾ എന്ന് വെച്ചാൽ പലപ്പോഴും അതോടൊപ്പം വരുന്ന കാര്യമാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. ഈ ഹൃദയത്തിലെ ബ്ലോക്കുകൾ വരാനുള്ള മുഖ്യ കാരണത്തിൽ കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ എന്നിവയെല്ലാം പെടുന്നു. അതുപോലെ മാനസിക സമ്മർദ്ദം, ഇവയെല്ലാം റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ഡെയിലി ഒരു വ്യായാമ പ്രക്രിയ 30 മിനിറ്റോളം നടക്കുക ഒരാഴ്ചയിൽ 5 ദിവസം പാലിക്കാൻ പറ്റുന്ന പലർക്കും മരുന്ന് കഴിച്ചുകൊണ്ട് ഒരളവ് വരെ ഈ ബ്ലോക്ക് ഉള്ളവർക്ക് പോലും ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും അതിന് മേലോട്ട് പോകുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് ചെറിയ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ, സ്റ്റെപ്സ് കയറുമ്പോൾ തന്നെ നെഞ്ചിന് കടുത്ത വേദന വരിക എന്നീ രോഗികൾ പലപ്പോഴും മരുന്ന് കൊണ്ട് മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപകടകരമാണ്.